നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു നോട്ടീസ് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കിയാലോ? ഇത് നിങ്ങൾക്ക് പ്രിൻറ്റിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിനോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മളൊരു കട്ടൻ കാപ്പി എന്ന് പറഞ്ഞ ഒരു കോഫി ഷോപ്പിൻ്റെ ഒരു നോട്ടീസാണ് ഇവിടെ ഡിസൈൻ ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പേജ് A4 സൈസിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാറ്ററും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട പിക്ചറും ഞാൻ ആവശ്യമുള്ളതൊക്കെ സെർച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കോഫിയുടെ പടം നമ്മുടെ പേജിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആ പിക്ചർ ഓപ്പൺ ചെയ്തതിൻ്റെ റെസൊല്യൂഷൻ ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഇമേജ് സൈസിനകത്ത് റെസൊല്യൂഷൻ 300 കൊടുക്കുന്നു. എന്നിട്ട് ഇപ്പോൾ 300 കൊടുത്തപ്പോൾ ആ പടം കുറച്ചുകൂടി വലുതായിട്ട് കിട്ടി. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മളെടുത്ത് ആ പേജിലേക്ക് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം അത് Ctrl+T കൊടുത്ത് നമ്മൾ പേജിൻ്റെ റൈറ്റ് സൈഡിലോട്ടൊന്ന് അലൈൻ ചെയ്ത് വെക്കണം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മാറ്റർ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനതൊരു റൈറ്റ് സൈഡിലേക്ക് നമ്മുടെ പിക്ചർ ഏകദേശം ഒരു ഐഡിയയ്ക്ക് വേണ്ടി കൊടുത്തതിന് ശേഷം ഒരു ന്യൂ ലെയർ എടുത്ത് നമ്മുടെ ആ കൊടുത്തിരിക്കുന്ന പിക്ചറിലുള്ള ഒരു കളറ് നമ്മൾ പിക്ക് ചെയ്ത് ഏകദേശം അതിന് മാച്ച് ആവുന്ന രീതിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കോഫി കളറിന് ചേരുന്നത് നമ്മൾ ആ ഇമേജിനകത്ത് നിന്ന് തന്നെ പിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം Ctrl+T കൊടുത്ത് ട്രാൻസ്ഫോം ചെയ്യുന്ന വീണ്ടും ഒന്ന് ചെറുതാക്കി കൊടുത്തു. ശേഷം ഞാൻ പെട്ടെന്നൊന്ന് ഗൈഡ് ലൈൻ ഒന്ന് 1 സെൻറ്റിമീറ്റർ വീതം നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അത് വ്യൂവിനകത്ത് നിന്ന് ന്യൂ ഗൈഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ 1 സെൻറ്റിമീറ്റർ വീതം നിങ്ങൾ കൊടുത്താൽ മതി. നമുക്ക് 4 സൈഡിലും ബോട്ടം, ടോപ്പ്, ലെഫ്റ്റ്, റൈറ്റ് സൈഡിൽ 1 സെൻറ്റിമീറ്റർ വീതം ഒരു ഗൈഡ് ലൈന് മാർജിനായിട്ട് സെറ്റ് ചെയ്യുന്നു. ശേഷം ഞാൻ ഈ കട്ടൻ കാപ്പി എന്നുള്ള മാറ്റർ കോപ്പി ചെയ്തുകൊണ്ട് വരികയാണ്. ശേഷം ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. നമ്മൾ കളറ് വൈറ്റ് കളർ ബ്രൈറ്റായിട്ട് നിൽക്കാൻ തിരിച്ചറിയാൻ വേണ്ടി എടുത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ Ctrl+A കൊടുത്തൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നല്ലൊരു ഫോണ്ട്, നമ്മുടെ കട്ടൻ കാപ്പി എന്നുള്ള ആ ഒരു ടൈറ്റിലിന് പറ്റിയ ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനൊരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും സെലക്ട് ചെയ്ത് കുറച്ചുകൂടി ഫോണ്ട് സൈസ് കൂട്ടി കൊടുക്കുകയാണ്. ശേഷം അതിൻ്റെ താഴെ നമ്മൾ കോഫി ടൈം എന്നുള്ളൊരു മാറ്റർ കൂടി പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കോഫി ടൈം ഞാൻ ഏരിയൽ എന്നുള്ളൊരു ഫോണ്ടാണ് കൊടുത്തത്. അതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ട് കൊടുത്താൽ മതി, സബ്ബാണ്. ഒരു 20 ഫോണ്ട് സൈസ് ഞാൻ കൊടുത്തതിന് ശേഷം സൈഡിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം അതിൻ്റെ കളർ അത്രയും വൈറ്റ് അല്ലാതെ നമ്മൾ ആ കോഫിയുടെ പിക്ചറിൽ കാണുന്ന ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു കളറ് എടുത്ത് കൊടുക്കുകയാണ്. ഒരു ലൈറ്റ് ഒരു കളർ കൊടുത്തു. ശേഷം ഇങ്ങനെ നിൽക്കുന്ന ഞാനൊരു ഡ്രോപ്പ് ഷാഡോ കൊടുക്കുകയാണ്. നമ്മൾ ആ ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ലെയർ സ്റ്റൈൽ ഓപ്പൺ ആയിട്ട് വരും. ഇല്ലെങ്കിൽ നിങ്ങൾ ലെയർ എന്നുള്ളതിനകത്ത് നിന്ന് ലെയർ സ്റ്റൈൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം കട്ടൻ കാപ്പി എന്നുള്ളതിൽ നമ്മളൊരു ഷാഡോ കൊടുത്തു. അതുപോലെ തന്നെ ചെറിയൊരു ബിവൽ കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോഫിക്കും നമ്മൾ ലെയർ സ്റ്റൈൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി ഒരു ബോക്സ് വരച്ച് അതിനകത്ത് കോഫി ടൈം കൊടുക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ റൗണ്ടഡ് കോർണറാണ് സെലക്ട് ചെയ്തത്. റൗണ്ടഡ് കോർണർ സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു പുതിയ ലെയറാക്കി അതിലേക്ക് ഒരു കളറ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ കോഫി ടൈം എന്നുള്ള ആ ഒരു ലെറ്റർ നമ്മൾ സെലക്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക് കൊടുക്കുന്നു. അതിന് ബ്ലാക്ക് കളർ കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു ബോർഡർ ബ്ലാക്ക് കളറുള്ളത് നമ്മൾ ആദ്യം വരച്ച ആ റൗണ്ടഡ് കോർണറിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പ് തന്നെയാണ് ഞാൻ ഒരു ബോർഡറായിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്ട്രോക്ക് കൊടുത്താലും മതി. അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കാൻ തോന്നും. ഇപ്പം കുറച്ച് വലുതായിട്ടാണ് അത് കാണുന്നത്. കുറച്ചുകൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മളൊരു കോഫിയുടെ ഇമേജ് കൂടെ, ഒരു കോഫി കപ്പിൻ്റെ പടം കൂടെ ഞാനിവിടെ പ്ലേസ് ചെയ്യുകയാണ്. ഒന്ന് കാപ്പി എന്നുള്ളതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ലോഗോ പോലെ തോന്നിക്കാനായിട്ട് ഞാനവിടെ ഒരു കോഫിയുടെ കപ്പിൻ്റെ ഒരു പടം ചെറിയൊരു ഇല്ലസ്ട്രേറ്റർ
ഇല്ലസ്ട്രേഷൻ നമ്മളവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു ഭാഗം ഓക്കെ ആയി. അതിന് ചെറിയൊരു ഷാഡോയും കൂടി കൊടുക്കുകയാണ്. ലെയർ സ്റ്റൈല് ഏതെങ്കിലും ലെയർ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ലെയർ സ്റ്റൈൽ വരും. ശേഷം ബാക്കി നമുക്കിനി കൊടുക്കാനുള്ളത് നമ്മുടെ ആ മാറ്ററാണ്, റണ്ണിങ് മാറ്റർ പോയിരിക്കുന്നത്. നമ്മുടെ ഉദ്ഘാടനത്തിൻ്റെ ആ ഒരു ക്ഷണക്കത്ത് പോലെയുള്ള ഭാഗം അതൊന്ന് കോപ്പി ചെയ്യുന്നു. ശേഷം നമ്മൾ ഫോട്ടോഷോപ്പിൽ വന്നിട്ട് ടെക്സ്റ്റ് കൂടെ സെലക്ട് ചെയ്ത് ഒന്ന് ഡ്രാഗ് ചെയ്യുക, ഒരു പാരഗ്രാഫ് പോലെ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ സെലക്ട് ചെയ്ത ഫോണ്ടാണ് വന്നിരിക്കുന്നത്. ആ ഫോണ്ട് മാറ്റി നോർമൽ ഒരു റണ്ണിങ് മാറ്ററിലേക്കുള്ള ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു 14 ഫോണ്ടാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതിൽ കൂടുതൽ കൊടുക്കണ്ട. റണ്ണിങ് മാറ്ററൊക്കെ 12 നോർമൽ ഒരു 14 വരെ കൊടുത്താൽ മതി. ശേഷം ഈ മാറ്റർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് കട്ട് ചെയ്ത് അടുത്ത ലൈനിലേക്ക് എൻ്റർ അടിച്ചാൽ മതി, കട്ട് ചെയ്യേണ്ട. എൻ്റർ അടിച്ച് അടുത്ത ലൈനിലേക്ക് കൊടുക്കുകയാണ്. അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഭാഗമുണ്ട് 2021 ജൂലൈ 15 എന്നുള്ള ആ ഒരു പോർഷൻ ഏതാണ് സ്ഥലം എന്നുള്ളതും എവിടെ വെച്ചാണെന്നുള്ള ആ ഡേറ്റും എന്നുള്ള ആ പോർഷൻ മാത്രം സെലക്ട് ചെയ്ത് ഞാൻ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്തു. അതിനുശേഷം അതിൻ്റെ കളർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നത് പെട്ടെന്ന് ഒരാളുടെ നോട്ടീസ് കിട്ടുമ്പോൾ ഏതാണ്, എപ്പോഴാണ്, എവിടെയാണ്, സമയം, അതും എവിടെയാണെന്നൊക്കെ പെട്ടെന്ന് ക്ലിക്കാകാൻ വേണ്ടിയാണ് കുറച്ച് ബോൾഡാക്കി കുറച്ച് വലിപ്പത്തിലുള്ള ഒരു ലെറ്റർ കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ മാറ്റർ ഒന്ന് അറേഞ്ച് ചെയ്തു. അതിനുശേഷം ഞാൻ അതിൻ്റെ ലെഡിങ് ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ മാറ്ററായി നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അവിടെ ഞാൻ ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് കൊടുത്തിരിക്കുന്നത്? ഓപ്പണിംഗ് ടൈം അത് നമുക്കൊരു ബോക്സിലോ എന്തെങ്കിലും ഒരു ഷേപ്പിൽ വേണം കൊടുക്കാൻ. ഓപ്പണിംഗ് എപ്പോഴാണെന്നുള്ളതും സമയവും ഡേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പണിംഗ് 2021 ജൂലൈ 15 എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്ത് സെൻറ്റർ അലൈൻമെൻറ്റ് ചെയ്തു. ശേഷം ഞാനിവിടെ ഒരു ഓവൽ ഷേപ്പ് വരയ്ക്കുകയാണ്. ഓവൽ ഷേപ്പ് വരച്ചത് ന്യൂ ലെയറിൽ ഓവൽ ഷേപ്പ് വരച്ച് അതിനകത്തേക്ക് ഒരു കളർ ഫില്ല് ചെയ്തു. അത് ബിസ്ക്കറ്റിൻ്റെ കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ സെലക്ട് ചെയ്ത് Ctrl+T കൊടുത്തിട്ട് വ്രാപ്പ് എന്ന ഓപ്ഷനാണ് കൊടുത്തത്. Ctrl+T അതായത് ട്രാൻസ്ഫോം കൊടുത്തിട്ട് റൈറ്റ് ക്ലിക്കിൽ ട്രാൻസ്ഫോം കൊടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വ്രാപ്പ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. ആ രണ്ട് സൈഡിൽ പിടിച്ച് വലിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടിയത്. ഇനി നമുക്ക് ഇതൊന്ന് ആവശ്യമുള്ള വലിപ്പം കൊടുത്തേച്ച് ഈ ഓപ്പണിംഗ് എന്നുള്ള ആ ഡേറ്റ് ഈ ഒരു ഷേപ്പിൻ്റെ മേളിലത്തെ ലെയറിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ലെറ്ററിൻ്റെ കളർ വൈറ്റാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടി എടുത്തറിയാൻ വേണ്ടി ഞാനൊരു ഓറഞ്ച് കളറ് ആ ഒരു ഷേപ്പിന് കൊടുക്കുകയാണ്. ഓപ്പണിംഗ് എന്നുള്ളതിൻ്റെ ഫോണ്ട് കുറച്ചുകൂടി ഒരു ഭംഗിയുള്ള ഒരു ആകർഷകമായ ഒരു ലെറ്റർ എഴുതിയിരിക്കുന്നത് പോലെയുള്ളൊരു സ്റ്റൈലിലേക്ക് ഞാൻ മാറ്റുകയാണ്. അതുപോലെ തന്നെ 2021 ജൂലൈ 15 എന്നുള്ള അതും നമുക്ക് നല്ലൊരു ഫോണ്ട് കൊടുത്ത് ആകർഷകമാക്കിയ ആ ഒരു രീതിയിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. എല്ലാം ട്രാൻസ്ഫോം ചെയ്യുന്നത് Ctrl+T ആണ് ഷോർട്ട് കട്ട്. ട്രാൻസ്ഫോം ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ആ ലെയറിൻ്റെ തന്നെ ആ ഷേപ്പിൻ്റെ തന്നെ ഒരു പുതിയൊരു ലെയർ എടുത്തിട്ട് ഞാൻ അതിൽ വൈറ്റ് കളർ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ തൊട്ട് ബാക്കിലെ ലെയർ ആക്കിയിട്ട് ഒരു ചെറിയ ഷാഡോ പോലെ അതിൻ്റെ ബാക്കിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഷാഡോ പോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ഒരു ഡിസൈന് വേണ്ടി. അതുപോലെ തന്നെ ഒരു ലെയർ കൂടി അതുപോലെ എടുത്തിട്ട് അതിൻ്റെ തൊട്ട് താഴത്തെ പോർഷനിലേക്കും ഞാൻ അതുപോലെ തന്നെ ഒന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് എന്നുള്ള ആ ഒരു സംഭവം ആ ഒരു ഇത് ഭംഗിയായിട്ട് ചെയ്തു. ഇനി നമുക്ക് അടുത്ത മാറ്റർ കോപ്പി ചെയ്തുകൊണ്ട് വരാം. ഒരു ടാഗ് ലൈൻ അല്ല ഒരു ലൈൻ പോലെ നമ്മളൊരു ക്യാപ്ഷൻ പോലെ കൊടുക്കുന്ന സംഭവമാണ്. അത് ഞാനിവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളോടൊപ്പം പിന്നെ നിങ്ങളുടെ കോഫി ടൈം. അത് നമുക്കൊരു ഭംഗിയാക്കി വെക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റ് വ്രാപ്പാണ്. ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് നമ്മുടെ ഓപ്ഷൻ ബാറിൽ ടെക്സ്റ്റ് വ്രാപ്പ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്ന ഷെൽ അപ്പർ എന്നുള്ളതാണ്.
അത് ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇപ്പം നമുക്ക് നല്ലൊരു ഷേപ്പിലേക്ക് അത് കൺവേർട്ടായി വന്നിട്ടുണ്ട്. അതിനുശേഷം അതിന് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ലെയർ സ്റ്റൈലിൽ ഒരു ഷാഡോ കൊടുക്കുകയാണ്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് കൺട്രോൾ T കൊടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഞാനൊരു പുതിയൊരു ഷേപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഇത് ഇമേജ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കോഫിയുടെ ഈ ഒരു പടം കൊടുത്തിരിക്കുന്നത് ആ ഒരു ഷേപ്പിലിരുന്നാൽ അത് ഭംഗിയാവത്തില്ല. നമുക്കൊരു ഷേപ്പിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ഞാനവിടെ ഒരു വേറൊരു ഷേപ്പ് കൊണ്ടുവന്നിട്ട് ആ ഷേപ്പിൻ്റെ മോഡലിലേക്ക് നമ്മൾ ആ കോഫിയുടെ ഇമേജിനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ ആ പുതിയ ഷേപ്പ് കൊണ്ടുവന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ട് എങ്ങനെയാണ് നമ്മുടെ ആ ഷേപ്പിലേക്ക് വരേണ്ടതെന്നുള്ളതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ യെല്ലോ കളർ ഫുള്ള് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഷിഫ്റ്റായി അല്ലെങ്കിൽ ഇൻവേർട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ ആ ഒരു ഷേപ്പിലേക്ക് നമ്മുടെ ഇമേജ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി എൻ്റെ ആ സൈഡിൽ നിന്ന് പോയായിരുന്നു. ഞാൻ വീണ്ടും ഒന്നുകൂടി ഒന്ന് ആ ഷേപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഇമേജിൻ്റെ കപ്പിൻ്റെയൊക്കെ പോർഷൻ ഫുള്ള് കിട്ടണം. അപ്പോൾ നമ്മളത് പോകാതെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണ്. ഷേപ്പ് വീണ്ടും ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആ യെല്ലോ ലെയർ സെലക്ട് ചെയ്യുന്നു. അതിന് കൺട്രോൾ ഷിഫ്റ്റായി സെലക്ട് ഇൻവേഴ്സ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലെ ലെയർ സെലക്ട് ചെയ്തിട്ട് കട്ട് ചെയ്തു. ഇപ്പം നമുക്ക് നല്ല മനോഹരമായിട്ട് ഒരു ഷേപ്പിലേക്ക് നമ്മുടെ ആ ഒരു കോഫിയുടെ ഇമേജ് വന്നിട്ടുണ്ട്. ഇനി ആ മാറ്റർ ഞാൻ ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇപ്പം നമ്മൾ കട്ട് ചെയ്യാനെടുത്ത ആ ഒരു ലെയർ തന്നെ ആ ഒരു ഇമേജ് തന്നെയുണ്ട് ഷേപ്പ്. അത് നമ്മുടെ കോഫി ഇമേജിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ ഒരു ഭംഗിക്ക് വേണ്ടി കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ അതിനകത്തുനിന്ന് ബ്ലെൻഡിങ് ഓപ്ഷൻ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ലുമിനേഴ്സിറ്റി എന്നുള്ള ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അത് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് വീണ്ടും ഒന്ന് കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ 2-3 കോപ്പി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെരിച്ചും ട്രാൻസ്ഫോം ചെയ്തും ഒക്കെ ഒന്ന് കൊടുത്തു നോക്കുക. അപ്പം ഞാൻ ഏകദേശം ആ ഒരു ഭാഗത്ത് വേണ്ട രീതിയിൽ നമ്മൾ ആ ഒരു പിക്ചർ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കട്ടൻ കാപ്പി എന്നുള്ള എഴുതിയിരിക്കുന്നത് നമുക്കിത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് വലിപ്പം കുറഞ്ഞു പോയതുപോലെ തോന്നുന്നു. അതുകൊണ്ട് ഞാനതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് ലിങ്ക് ചെയ്തിട്ട് കുറച്ച് വലിപ്പം കൂട്ടിയിട്ട് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞങ്ങളോടൊപ്പം ഇനി നിങ്ങളുടെ കോഫി ടൈം എന്നുള്ളത് കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളുടെ പേജിൽ ഏകദേശം നമുക്ക് തന്നിരിക്കുന്ന മാറ്ററൊക്കെ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഞാനൊരു പുതിയ ഷേപ്പ് എടുത്തിട്ട് നമ്മുടെ ബോട്ടം പോർഷനിൽ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുകയാണ്. കാരണം ആ പോർഷനിൽ വേറെ ഒന്നും ഡിസൈൻ എന്തെങ്കിലും നമുക്ക് കൊടുക്കണം, ബ്ലാങ്കായിട്ട് കിടക്കാതെ. അതിനുവേണ്ടി ഞാനൊരു പെൻ ടൂൾ ഉപയോഗിച്ച് പുതിയ ലെയറിലേക്ക് ഒരു ഷേപ്പ് വരയ്ക്കുകയാണ്. പെൻ ടൂൾ ഉപയോഗിച്ച് വരച്ചിട്ട് പുതിയ ലെയറിലാണ് ആ ലെയറിലേക്ക് നമ്മൾ ഒരു കളർ ഫില്ല് ചെയ്യുന്നു. ഞാൻ ആ ബിസ്ക്കറ്റിൻ്റെ അതേ കളർ തന്നെയാണ് ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ഒരു കോപ്പി കൺട്രോൾ അല്ലെങ്കിൽ എടുത്ത് ഒരു കോപ്പി എടുക്കുന്നു. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ടോപ്പിൽ ഇപ്പോൾ ബോട്ടം കൊടുത്ത പോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ടോപ്പ് പോർഷനിൽ അത് ഒരു കോപ്പി എടുത്തിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ആ ഒരു ഞങ്ങളുടെ കോഫി ടൈം എന്നുള്ളത് ഇപ്പം നമ്മൾ കൊടുത്ത ആ ഒരു ലെയറിൻ്റെ മുകളിലായിപ്പോയി. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ ലെയറും കൂടി ഒന്ന് കുറച്ച് താഴേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഏകദേശം നമ്മൾ ആ ഒരു ഇതിൽ ചെയ്തു. അത് ഞാനൊരു ഡ്രോപ്പ് ഷാഡോ
അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു പുതിയ ലെയറിന് നമ്മൾ ഡ്രോപ്പ് ഷാഡോ ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കോഫിയുടെ ആ ഒരു പിക്ചറിനും നമ്മൾ ഡ്രോപ്പ് ഷാഡോ കൊടുക്കുന്നുണ്ട്. ഏത് ലെയറാണോ വേണ്ടത് ആ ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലെയർ സ്റ്റൈൽ എന്നുള്ള ഓപ്ഷൻ കിട്ടും. അതിനകത്ത് നിന്ന് നമുക്ക് ഡ്രോപ്പ് ഷാഡോ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സിമ്പലുകൾ പിന്നെ വാട്സപ്പിൻ്റെ, സോഷ്യൽ മീഡിയയുടെ, ഫേസ്ബുക്കിൻ്റെ അതിൻ്റെയൊക്കെ സിമ്പൽ ഞാൻ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളതിനകത്ത് പേസ്റ്റ് ചെയ്തു. അത് ഓരോന്നായിട്ട് ഓരോന്നിൻ്റെ ഐക്കൺ നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അവിടെ ഫോൺ നമ്പർ കൊടുക്കാനാണെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കാം, വെബ്സൈറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഐക്കൺ കൊടുക്കേണ്ടത് ആ ഐക്കണൊക്കെ അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലൊക്കേഷൻ്റെ ഒരു ഐക്കണും കൂടി അവിടെ പ്ലേസ് ചെയ്യാണ്. നമുക്ക് ലൊക്കേഷൻ ഏതാണ് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ ആ ലൊക്കേഷനും കൂടി കൊടുക്കാനാണ്. ലൊക്കേഷൻ്റെ ആ ഒരു ഐക്കൺ നമ്മൾ കൊടുത്തതിന് ശേഷം അവിടെ ഞാൻ ആ പ്ലേസിൻ്റെ പേര് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ഞാനൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഭംഗിക്ക് വേണ്ടി ഞാനവിടെ കോഫി ബീൻസിൻ്റെ ഒരു പടം എടുത്തിട്ട് അത് പല ഭാഗത്തായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഒരു നോട്ടീസിന് കുറച്ചുകൂടി ഭംഗി കിട്ടാൻ വേണ്ടി കോഫി ബീൻസിൻ്റെ കളർ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ബ്ലെൻഡ് മോഡിൽ ലൂമിയർ ഡോഡ്ജ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ശേഷം അതിൻ്റെ കോപ്പി എടുത്ത് പല ഭാഗത്തായിട്ട് നമ്മൾ ആ ഒരു ഡിസൈന് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കോപ്പി നമുക്ക് ഏതൊക്കെ പോർഷനിൽ വയ്ക്കണമെന്ന് നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് കോപ്പി ചെയ്ത് കൊടുക്കാവുന്നതാണ്. കോഫിക്ക് ഞാനൊരു വൈറ്റ് ബോർഡർ കൂടി കൊടുക്കുകയാണ് ചെയ്തത് കോഫിയുടെ ഇമേജിന്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഓപ്പണിംഗ് എന്നുള്ളതിൻ്റെ ആ ഒരു ലെറ്റർ അതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഫോണ്ട് കുറച്ചുകൂടി ഭംഗിയായിട്ട് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന ഒരു ഫോണ്ടിലേക്ക് ചേഞ്ച് ചെയ്തു. നമ്മൾ ഏകദേശം ഒരു നോട്ടീസ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് മാറ്റം വരുത്തി ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.